ഇപ്പോൾ സാമ്പത്തിക വിദഗ്ധയായ മേരി ജോർജ് കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീമതി മേരി ജോർജ്, ഈ സ്വർണത്തിന്റെ വില ഇങ്ങനെ വീണ്ടും കയറുന്ന ഒരു സാഹചര്യമാണുള്ളത്. നമ്മൾ കണ്ടതാണ് 87,000-ലേക്കൊക്കെ എത്തിയ സ്വർണ്ണവില വീണ്ടും ഇങ്ങനെ കുതിച്ചു പായുന്നു. 97,000-ലേക്ക് നേരത്തെ റെക്കോർഡായി എത്തിയിരുന്നൊരു വില എന്ന് പറയുന്നത് 97,000 രൂപയായിരുന്നു. അതിലേക്ക് തന്നെയാണോ ഈ സ്വർണ്ണവിലയുടെ പോക്ക്? അതിലേക്ക് എത്തും എന്ന് തീർത്ത് പറയാൻ ഒക്കില്ല. കാരണം ഇതുവരെ ഇന്ത്യ US വ്യാപാര തർക്കത്തിന് ഒരു അറുതിയായിട്ടില്ല. ട്രംപ് അത് ഈ നവംബർ തീരുന്നതിന് മുൻപേ വ്യാപാര കരാറിൽ എത്തും എന്നുള്ള ഒരു ധാരണയാണ് നമുക്ക് നേരത്തെ തന്നിരുന്നത്. പക്ഷേ എന്തൊക്കെയോ കല്ലുകടികൾ അതിനിടയ്ക്ക് നടക്കുന്നുണ്ട്. കാരണം ഇന്ത്യ പുൽവാമ ആക്രമണ സമയത്ത് അമേരിക്ക പറഞ്ഞാണ് ഇന്ത്യ ആ യുദ്ധത്തിൽ നിന്ന് പിന്മാറിയത് എന്ന ഒരു വജ്രായുധമാണ് ട്രംപ് ഉപയോഗിച്ചിരുന്നത് ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയ്ക്ക്. പക്ഷെ അത് ഇന്ത്യ അന്നും നിഷേധിച്ചു, ഇപ്പോഴും നിഷേധിച്ചുകൊണ്ടിരിക്കുന്നു. US ഇടപെട്ടത് കൊണ്ടല്ല, ഇന്ത്യ സ്വമേധയാണ് അവരെ ഒരു പാഠം പഠിപ്പിച്ചതിന് ശേഷമാണ് യുദ്ധം നിർത്തിയത്. അതല്ലെങ്കിൽ അവിടെ ഉള്ള എന്താ പറയാ ബോംബാക്രമണം നിർത്തിയത് എന്നാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെയും നിലപാട്. എനിക്ക് തോന്നുന്നു അക്കാര്യത്തില് ട്രംപിന് ഒട്ടും സന്തോഷമില്ല. പിന്നെ ട്രംപിനെ അംഗീകരിക്കുന്നു എന്ന് വരുന്നതാണ് ട്രംപിന് സന്തോഷം. അത് പക്ഷേ നമ്മളെ ബാധിക്കാതിരിക്കുന്നതാണ് ശരി. പക്ഷേ ട്രംപിനെ കൂടുതൽ പ്രകോപിതരാക്കുന്ന മറ്റൊന്ന്, ഇപ്പോഴും നമ്മൾ USSRൽ നിന്ന് എണ്ണ വാങ്ങിക്കൊണ്ടിരിക്കുന്നു. എണ്ണയും അതുപോലെ തന്നെ രാസവളം ഇതൊക്കെ നമ്മൾ അവിടുന്ന് വാങ്ങുന്നുണ്ട്. എണ്ണ വാങ്ങുന്നതിനോടാണ് US-ന് പ്രതിഷേധം. USSRൽ നിന്ന് എന്തുകൊണ്ട് നമ്മൾ എണ്ണ വാങ്ങുന്നു? അവിടെ നിന്ന് നമ്മൾ എണ്ണ വാങ്ങുമ്പോൾ നമുക്ക് ഇന്ത്യൻ കറൻസിയിൽ തന്നെ എണ്ണ വാങ്ങാൻ ഒക്കുന്നു. അത് ഒന്നാമത്തെ പ്രയോജനം. രണ്ടാമത്തെ പ്രയോജനം, അവിടെ നിന്ന് എണ്ണ വാങ്ങുമ്പോൾ എണ്ണയുടെ വില നാം അമേരിക്കയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ കുറവാണ്. അപ്പൊ വില കുറഞ്ഞ എണ്ണ റഷ്യ തരും. അത് വേണ്ടെന്ന് വെച്ച വില കൂടിയ എണ്ണ അമേരിക്കയിൽ നിന്ന് വാങ്ങുക. അത് നമ്മളെ സംബന്ധിച്ച് നഷ്ടക്കച്ചവടമാണ്. അതാണ് യഥാർത്ഥത്തിൽ നമ്മൾ അങ്ങനെ വാങ്ങാൻ. പക്ഷേ എന്നിട്ട് പോലും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ USSRൽ നിന്നുള്ള എണ്ണ വാങ്ങൽ ഘട്ടം ഘട്ടമായി കുറച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ മുകേഷ് അംബാനിയെ പോലുള്ളവരോടും അവിടെ നിന്ന് എണ്ണ വാങ്ങൽ കുറയ്ക്കാനുള്ള നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ ആണെങ്കിൽ പോലും നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ $47 ബില്യൺ അധികമുള്ള ട്രേഡ് ഡെഫിസിറ്റ് ആണ് നമുക്ക് ഈ വർഷം 2025 അനുഭവിക്കേണ്ടി വന്നത്. അത് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായിട്ട് സ്ഥാനാരോഹണം ചെയ്തപ്പോൾ തുടങ്ങിയതാണ് വ്യാപാര യുദ്ധം. ആ വ്യാപാര യുദ്ധം വഴിയായിട്ട് 50% തീരുവ ഇന്ത്യക്ക് മേൽ ട്രംപ് ചുമത്തുന്നു. അതിനുശേഷമുള്ള കാലഘട്ടത്തിൽ അമേരിക്കയിലേക്കുള്ള കയറ്റുമതി വലിയ തോതിൽ കുറഞ്ഞു. അമേരിക്ക നമ്മുടെ ഒന്നാമത്തെ ബയർ ആയതുകൊണ്ട് തന്നെ അത്രയും വിപണി നമുക്ക് എത്ര ഡൈവേഴ്സിഫൈ ചെയ്താലും കണ്ടെടുത്തുക ബുദ്ധിമുട്ടാണ്. ഒന്നാമത്തെ കാര്യം, അമേരിക്കൻ വിപണി എന്ന് പറയുന്നത് റിച്ച് ആയിട്ടുള്ള വിപണിയാണ്. ഉന്നത നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന വിപണിയാണ്. അത്രയും ഉന്നത നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന റിച്ച് ആയിട്ടുള്ള ആൾക്കാരുള്ള വിപണിയാണ് വേറെ നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ കൊണ്ട് ട്രേഡ് ഡെഫിസിറ്റ് വളരെ ഉയർന്നു നിൽക്കുന്നു. അത് നമ്മളെ സംബന്ധിച്ച് സങ്കടമുള്ള കാര്യമാണ്. അത് മാത്രവുമല്ല, നമ്മുടെ ഓഹരി കമ്പോളത്തിൽ നിന്ന് ഇപ്പോ ഓഹരിയിൽ വലിയ ചാഞ്ചാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം ഓഹരിയിൽ കുറച്ച് പോയിന്റ്സ് ഉയർത്തിയാല് അടുത്ത ദിവസം അതിനേക്കാൾ കൂടുതൽ പോയിന്റ്സ് താഴുന്ന ഒരവസ്ഥയാണ്. അപ്പൊ ഇന്ത്യയിൽ ഇപ്പൊ ഇന്ത്യയിൽ തീർച്ചയായിട്ടും ആഗോള തലത്തിൽ തന്നെ വലിയ ധനകാര സ്ഥാപനങ്ങൾക്ക് നിക്ഷേപിക്കാൻ ഇപ്പോഴും ഉറപ്പുള്ള അസറ്റ് സ്വർണം തന്നെയായിട്ട് തുടരുകയാണ്. അപ്പൊ വ്യാപാര കരാറ് നേരെയായ ഇന്ത്യ US വ്യാപാര കരാറ്, അതുപോലെ ചൈന US വ്യാപാര കരാറ്, ഇതൊക്കെ ഒരു എന്താ പറയാ ഒരു അതിന്റെ അനിശ്ചിതത്വം മാറി ഉറപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് സാമാന്യമായിട്ട് ഒരു 20% ചുറ്റുവട്ടത്തിലൊക്കെ നിൽക്കുന്ന തരത്തിലേക്ക് വരികയാണെങ്കിൽ സ്വർണത്തിന്റെ വില താഴുകയും നമ്മുടെ ഓഹരി വിപണി കുറച്ചും കൂടി ഉണരുകയും, അതുപോലെ തന്നെ ഡോളർ, അതുപോലെ വേറെ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. ഇന്ത്യൻ കറൻസി ഡോളറുമായിട്ടുള്ള
അതിൽ നമ്മുടെ ട്രേഡ് ഡെഫിസിറ്റ് 47 ബില്യൺ ആയെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഇന്ത്യൻ കറൻസിയുടെ മൂല്യം വളരെ താണുപോയത്. 22-ാം തീയതിയോ അല്ല 25-ാം തീയതിയോ മറ്റാണ് 89.66 രൂപ ഈസ് ഈക്വൽ ടു $1 എന്ന തരത്തിലേക്ക് ഇന്ത്യൻ രൂപയുടെ മൂല്യം കൂപ്പുകുത്തിയിരുന്നു. അത് നമുക്കുണ്ടായ ട്രേഡ് ഡെഫിസിറ്റ് അത്ര അധികമായതുകൊണ്ടാണ്. അപ്പൊ ഇത്തരം ഒരു സാഹചര്യത്തില് ആഗോളതലത്തിൽ തന്നെ സ്വർണത്തിന്റെ വില, കാരണം ഇന്ത്യയും ഒരു വലിയ രാജ്യം തന്നെയാണ്, 4ാമത്തെ ഹയസ്റ്റ് GDP ഉള്ള രാജ്യമാണ്, ഏറ്റവും ഉയർന്ന പോപ്പുലേഷൻ ഉള്ള രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ എന്ത് സംഭവിക്കുന്നു, ഇന്ത്യയുടെ ട്രേഡ് ഡെഫിസിറ്റ് കൂടുന്നു, അത് ആഗോളതലത്തിൽ വളരെയധികം ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇതൊക്കെ കാരണം കൊണ്ടാണ് ഈ നമ്മുടെ ട്രേഡ് ഡെഫിസിറ്റ് കൂടിയത്. നമ്മുടെ കറൻസിയുടെ മൂല്യം, അതായത് ഈ കഴിഞ്ഞ ഒരു 10-12 വർഷത്തിനിടെ ഏറ്റവും ഒരു 4.5% ആണ് നമ്മുടെ ട്രംപ് വന്നതിന് ശേഷം നമ്മുടെ ഇന്ത്യൻ റുപ്പിയും അമേരിക്കൻ ഡോളറും തമ്മിലുള്ള വാല്യൂവിൽ 4.5% ഡിക്ലൈൻ ആണ് ഉണ്ടായിട്ടുള്ളത്. അതൊക്കെ അസാധാരണമായ സംഭവങ്ങളാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ആഗോള അനിശ്ചിതാവസ്ഥ തുടരുന്നു. ആ അനിശ്ചിതാവസ്ഥ തുടരുവോളം സ്വർണത്തിന്റെ വില, സ്വർണം തന്നെ ഏറ്റവും നല്ല നിക്ഷേപ മാധ്യമമായി ലോകം കാണും. അങ്ങനെ സ്വർണത്തിന്റെ വില ഉയരും. അപ്പോൾ എത്രയും നേരത്തെ ഈ ട്രേഡ് യുദ്ധം, വ്യാപാര യുദ്ധം തീർന്ന് നമ്മുടെ കറൻസി, അതായത് നമ്മുടെ കറൻസിയുടെ ശക്തി വീണ്ടെടുക്കാൻ വേണ്ടി, മൂല്യം വീണ്ടെടുക്കാൻ വേണ്ടി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സെപ്റ്റംബറിൽ $770 ഒക്ടോബറിൽ $891 വിപണിയിൽ ഇറക്കിയിരുന്നു എന്നും കൂടി ഓർക്കണം. ഡോളർ ഇറക്കി രൂപയുടെ മൂല്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി. അപ്പൊ ഇതൊക്കെ ചെയ്തിട്ട് പോലും നമ്മുടെ രൂപ കൂപ്പുകുത്തുന്ന അവസ്ഥയാണ്. അത് ട്രേഡ് ഡെഫിസിറ്റ് കൂടുന്നത് കൊണ്ടാണ്. അപ്പൊ ട്രേഡ് ഡെഫിസിറ്റ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ അമേരിക്കയുമായിട്ട് നമ്മൾ ഒന്നുകിൽ എത്രയും നേരത്തെ കരാറിൽ എത്തണം, നമുക്കും അവർക്കും അനുഗുണമായ കരാറിൽ. അതും അല്ലെങ്കിൽ നമ്മൾ അമേരിക്കയ്ക്ക് പകരം വേറെ വിപണികൾ, ശക്തമായ വിപണികൾ തന്നെ കണ്ടെത്തണം. അങ്ങനെ കണ്ടെത്തുന്നത് വരെ സ്വർണത്തിന്റെ വിലയിൽ ഈ മാറ്റം തുടർന്നുകൊണ്ടേയിരിക്കും. ശരി, വളരെയധികം നന്ദി ശ്രീമതി മേരി ജോർജ് ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.